എന്താ கொஞ்சம் தண்ணி നല്ലൊരു ജ്യൂസ് എടുക്കട്ടെ? ഐസ് ഒക്കെ എടുക്കാം. തണ്ണി എതുക്ക്? അല്ല വെള്ളം. ഫ്രഷ് പപ്പായ, മാമ്പഴം, മാതളം, പൈനാപ്പിൾ, സാത്തുക്കുടി, ആപ്പിൾ, ഓറഞ്ച്, കർബൂസ്, കിർണി. ഹോട്ട് ക്ലൈമറ്റിന് ഫ്രഷ് ജ്യൂസ് ഒന്നും പോടത്താ, നല്ല ഫ്രഷ് ആയിരിക്കും. അണ്ണാ അണ്ണാ എടുക്കട്ടാ? എന്ത് മനുഷ്യനാ ചേട്ടാ. ഇവിടെ എന്താണ് ചേട്ടാ? എല്ലാ ജ്യൂസും ഉണ്ട്. പപ്പായ, മാമ്പഴം, മാതളം. ഹലോ ഹലോ മാത്തുലിയാ, എവിടെയുണ്ട്? ഞാൻ ഇവിടെ മന്ദവേലുണ്ട്. മന്ദവേലിയാ? ഞാനും മന്ദവേലുണ്ടല്ലോ. അളീന എവിടെയാണ്? ഇവിടെ ബസ് ഡിപ്പോ എടുത്തൊരു ജ്യൂസ് ഷോപ്പിന് എടുത്തുണ്ട്. ഊണ് കഴിക്കണ നേരത്താണോ അളിയാ ജ്യൂസ് കഴിക്കണേ? അളീനൊരു കാര്യം ചെയ്യും, നേരെ റോയൽ ഹോട്ടലിലോട്ട് വാ, നമുക്ക് ഊണ് കഴിച്ചോണ്ട് സംസാരിക്കാം. എന്തേ? ഓക്കെ. തിന്നാൻ വേണ്ടി ജനിച്ചൊരു സാധനം വന്നുണ്ട്. യെസ് സർ. ഓക്കെ സർ. മാത്തുലിയാ, എന്താ കഴിക്കണേ? ഇല്ല, എനിക്കൊന്നും വേണമെന്നില്ല. ഒരു മട്ടൻ ബിരിയാണി കഴിച്ചാലോ? ആ. 2 മട്ടൻ ബിരിയാണി, ഒരു ബിക്കൻ ചില ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ, 2 മട്ടൺ ബിരിയാണി, ഒരു ചിക്കൻ ഫ്രൈ. കൊതി വരുമ്പോഴേ പലതും പറഞ്ഞത് തെറ്റിപ്പോവും. പോരെ? മതി. ഓക്കെ സർ. അളിയ, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോണേനെ അറിഞ്ഞില്ലേ? അതിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞാനിങ്ങ് എത്തിയത്. അല്ല, അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സോ? അത് നല്ല ബിസിനസ് ആയിരുന്നു, പക്ഷേ നഷ്ടത്തിലായിപ്പോയി. നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ. അതിനുശേഷം അവന്മാർ ചൊറിച്ചിൽ വർദ്ധനം തുടങ്ങി. അവന്മാരുടെ വായടപ്പിക്കാൻ ഞാനൊരു കിടിലം ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നെ പറയാം. അതിനു മുമ്പ് എനിക്ക് ഒരു 50,000 രൂപ അർജൻറ്റായിട്ട് വേണം. വൈകുന്നേരത്തിനുള്ളിൽ മതി. അളിയന് ഇവിടെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ. കടായിട്ട് വേണ്ട, നമ്മുടെ ആ ബാക്കി ശ്രീധനം തരാനില്ലേ? അത് തന്നാ മതി. ഞാൻ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് പച്ച പിടിച്ചാലല്ലേ അളിയ അളിയൻ്റെ പെങ്ങള് നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ ആവുമ്പോൾ അളിയൻ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കാം. എന്തേ? കഴുകി சார் பில். என்னையா உனக்குள்ள அவசரம்? சாப்பிட்டு முடிக்கிறதுக்கு முன்னாடி பில் கொடுக்குறியா? ஓ ஜூஸ் உண்டா? ஓ சார் உங்களுக்கு? இல்லை, வேண்டாம். பைனாப்பிள் ஜூஸ். ஓகே சார். சார் ஜூஸ். பில் பில். സാർ ബിൽ. അളിയത് ലാഭമുണ്ടത്. ഇവിടെ പൈസ കുറവാണ്. ദേ അളിയ, എനിക്ക് ബിസിനസിൻ്റെ കാര്യത്തിന് 1-2 പേരെ കാണാനുണ്ടേ. ഇവിടെ തന്നെ നമുക്കിറങ്ങാം. ഇല്ല, അളിയൻ പോയിക്കോ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വരാതെ കൊണ്ടുണ്ട്. ഞാൻ അവനെ കണ്ടിട്ട് പോക്കണം. ഞാനൊരു 5 മണിയാകുമ്പോൾ വിളിക്കാം. ദേ മറക്കരുത്, 5 മണിട്ടാ. ഗ്രൈൻഡറോ? മാവാട്ടാൻ പറ്റില്ലല്ലോ ദൈവമേ. ഇവിടെ വാതില് ഇറങ്ങി ഓടിയാലോ? കർത്താവേ, എന്ത് ചെയ്യും? അയ്യോ, ഓടാലേ.
എടാ ജോണേ, എടാ നീ ഇവിടെ ഈ റോയൽ ഹോട്ടലിലേക്ക് ഒന്ന് വരാമോ? നിന്റെ ഓഫീസിന് തൊട്ടടുത്താ. എടാ പ്ലീസ് ഡാ, ഞാനിവിടെ തന്നെ ഉണ്ട്, ഒന്ന് പെട്ടെന്നോ. ഓക്കെ. എന്തു പറ്റിയടാ? സായന്തരം 5 മണി വരെ അവനെ ടയം. ഇവിടുത്തെ കാശ് അടിച്ചോണ്ട് പോകുമ്പോൾ നീ ഏത് കൊണ്ടിരിക്കുന്നു? നീ വന്നു പോയതിനു ശേഷം വട്ടരാജ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നുണ്ടായിരുന്നു. എല്ലാവരും മുമ്പിലിട്ട് എന്നെ നാറ്റിച്ച്. എൻ്റെ അപ്പത്തെ അവസ്ഥ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലടാ. ഒരു വക പള്ളിപ്പെരുന്നാളും മുണ്ട് കഴിഞ്ഞ സ്ഥിതിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സമയത്തിന് കാശ് എത്തിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും പണിയാണ്. അത് ഏറ്റവും കൂടുതൽ പണിയിട്ട പണം എനിക്കാ. ഉന്നയിച്ച് ഞാൻ പണം തരേ അയാൾ പറഞ്ഞത്. മാത്യു, ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നൊക്കെ ഞാൻ നിനക്ക് ചെയ്തെന്നുണ്ട്. ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ പോണം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരുത്തൻ കൈ കിട്ടി കഴിഞ്ഞാൽ വെട്ടി കൊല്ലാൻ നടക്കാം. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. ആ സമയത്ത് അവന്റെ 2 മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പൈനാപ്പിൾ ജ്യൂസ്. എടാ എൻ്റെ അളിയും വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അയാൾ കഴിച്ചതിൻ്റെ അരമണിക്കൂറായിട്ട് ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതിരിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ലടാ. ഈ ഒരു പ്രാവശ്യം കൊണ്ട് നീ ഇത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ തരാം, പ്ലീസ്. ശരി വാ. இந்த கார்டு ஒர்க் ஆகலை. ஒர்க் ஆகலை. വർക്കല്ലേ? ஒர்க் ஆகலை. എത്ര? 464. കറക്റ്റ് അല്ലേ? പൊതിയുണ്ടോ ഡൂടെ? ഒരു പുക വിടാൻ. ഒരു 5000. ഞാനിവിടെ ചരക്കിന് റേറ്റ് ഇട്ടാ. ഒരു 500-ന് മതി. ഞാനിപ്പോ മന്ദവല്ലി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത്. പിന്നെ എൻ്റെ ചേട്ടനെ അറിയാത്ത ഏത് പോലീസുകാരാടാ? ഞാൻ അവിടെ എത്തിട്ടുള്ളി, നീ അവിടെ ഉണ്ടാവും. ഓക്കെ.
കടയിൽ പുട്ടയും കൂടെ പോകണം. വാങ്ങടാ. കാർഡ് എടുത്തിട്ട് 718. ആ ഓ അയ്യാ ഒരു BSNL കൂപ്പൺ കൊടുക്കുക. கூப்பன் காலியாச்சு சார் ஈவினிங் தான் வரும். ഈവനിങ് വരെ ഫോൺ ചെയ്യാതെ ഞാൻ കാത്തിരിക്കണം. അയ്യോ ഈ ഫോൺ വർക്ക് ചെയ്യും. ஒர்க் ஆகும் சார். സാർ ഇന്നെങ്ങാനും മുടിയുവാ നീ മുച്ചലാ സാർ. മുച്ചാരാ എനിക്ക് 2 ദിവസമായിട്ട് ഞാനകത്താ, നീയൊക്കെ പുറത്തും. മുച്ചാരാ ആ சார் എന്താ? இல்லை இல்லை ஒன்றும் இல்லை சார். இல்லை இல்லை ஒன்றும் இல்லை. ആ. ഹലോ സാർ, ഞാൻ ജോണിക്കുട്ടിയാ. രാവിലെ എന്റെ മോളെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് തന്ന ആളാ ആ. ജോണിക്കുട്ടി. ആ. സാർ അവൾ എവിടെയുണ്ടെന്ന് വല്ല വിവരവും കിട്ടിയോ? നിങ്ങൾ പറഞ്ഞ പയ്യനെ ഞാൻ വിളിച്ചിരുന്നു. പക്ഷെ സംഗതി ചില പ്രശ്നമുണ്ടല്ലോ ജോണിക്കുട്ടി. അവൻ തന്റെ മോളെ കെട്ടാൻ പോകുന്ന പയ്യനാണെന്നാണല്ലോ പറയുന്നത്. ഇനി പെണ്ണ് പ്രേമിച്ച് ഒളിച്ചോടി പോയാൽ മറ്റോ ആണോ? ഞാൻ നിങ്ങൾക്ക് അവൻ്റെ നമ്പർ തന്നത് അവനെ അറസ്റ്റ് ചെയ്യാനാണ്, അല്ലാതെ അവൻ്റെ ഭൂതവും പാപിയും വർത്താനവും ഒക്കെ കേട്ട് അന്വേഷിക്കാൻ വേണ്ടിയല്ല. ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യും, അവനെ ഒന്നോടെ വിളിച്ച് നൈസായിട്ട് അവൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി സാർ ജീപ്പ് എടുത്തോണ്ട് പോയിട്ട് അവനെ പൊക്കിക്കൊണ്ട് വന്ന് ലോക്കപ്പിലിട്ട് ശരിക്കൊന്ന് പൂസ് സാറേ. അവൻ തത്ത പറയണ പോലെ സത്യമെല്ലാം തുറന്നു പറയും. സാറിനൊക്കെ ആരാ സാറേ പോലീസിലെടുത്തത്? മിസ്റ്റർ ജോണിക്കുട്ടി, എന്താ സാർ? നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിൽ നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് ചെല്ലേ. ആ അവിടെ നിന്നൊരു ഫോം കിട്ടും, അത് വാങ്ങിച്ച് ഫില്ല് ചെയ്യണം. ആ ഈ ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഫില്ല് ചെയ്യണേ. ഉവ്വ. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ലെറ്റർ വരും, പോലീസ് ട്രെയിനിങ്ങിന് ചേരാൻ. അതിന് സെലക്ട് ആയി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എന്നെക്കാൾ ഹയർ പൊസിഷനിൽ എങ്ങാനും ആയാ എന്റെ തലയിൽ കയറി നിറങ്ങുക. അപ്പൊ ഞാൻ അനുസരിക്കാം. അല്ലാതെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവരെ വായ്പാട്ട് പഠിപ്പിക്കല്ലേ. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. കേട്ടോ? ഛേ, എത്രയായി? 3 ரூபா சார். ഓ, കാശിന് കുറവൊന്നുമില്ല, കൂപ്പൺ ചോദിച്ചാ ഇല്ല. I'm in traffic. പൈസ ഇപ്പൊ തരോടാ മണിക്ക്. Dude, പൈസ I'm in traffic. പൈസ ഇപ്പൊ തരോടാ അലവലാ നീ. എടാ പുള്ളി ഞാൻ ട്രാഫിക്കിലാ. ഈശ്വര, ബ്യൂട്ടിഫുൾ ഗേൾ. எக்ஸ்கியூஸ் மீ, ஃப்ரெண்ட் கிட்ட பேசணும், கொஞ்சம் ஃபோன் தர முடியுமா? ഇറ്റ്സ് ഓക്കെ, ഐ ആം മാണിക്. ഹലോ മാത്യു, ഞാൻ ജീനിയ. ആ ഹലോ ജീന. എടി, ഞാൻ നിന്നെ കണ്ടിരുന്നു, നിൻ്റെ അടുത്ത് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ വട്ടിരാജ് നിൻ്റെ തൊട്ടടുത്ത് നിൽക്കണോണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാതാകെ. അതിനിടയ്ക്ക് നിൻ്റെ അച്ഛനാണെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തേക്കാം ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. നാശം പിടിക്കാനായിട്ട് ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടണ്ട. എല്ലാം എൻ്റെ സമയം. നീ ധൈര്യമായിരിക്കേ, എല്ലാം ശരിയാവും. പിന്നെ എൻ്റെ അച്ഛൻ കൊടുത്ത കംപ്ലൈൻറ്റ് അത് നീ കാര്യമാക്കണ്ട, ഞാൻ നിൻ്റെ ഒപ്പമില്ലേ. ജീന, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് നിന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം. ശരി, ടെൻഷൻ അടിക്കണ്ട, വൈകിട്ടാകുമ്പോൾ എല്ലാം ശരിയാവും. ഓക്കെ, ശരി. ബൈ. ഫോണിങ്ങനെ മേടിച്ച് പിന്നെ പേര് ചോദിക്കുമ്മേ. താങ്ക് യു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഐ ആം മാണിക്. മലയാളിയല്ലേ? അതെ. പേരെന്താ? ജീന. ജീന യഹ മരണ യഹ
ഇത് കണ്ണോ അതോ കാന്തമോ? ജിന, യു ആർ വെരി ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഞാൻ ജിന, ഗോ ഫോർ എ കോഫി ചാറ്റ്. എക്സ്ക്യൂസ് മീ. അല്ല, നമ്മൾ മലയാളികളാണല്ലോ, കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ച്. നാട്ടിലെവിടെ വീട്? തൃശ്ശൂരാണോ കൊല്ലത്തോ? സോറി, ഞാൻ എൻഗേജ്ഡാ. ഓ, ഇപ്പോൾ ബിസിയാണല്ലേ? അതല്ല, ഞാൻ കമ്മിറ്റഡാ. കല്യാണം ഉറപ്പിച്ചതാ. ശരി, ഞാൻ സോ വാട്ട്, ഒരു കോഫി ചാറ്റ് അല്ലേ? ജിന, നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? മാത്യു. ആ ചെല്ല്. അല്ല, ഞാൻ രാവിലെ നിങ്ങൾ വിളിച്ചായിരുന്നു? ഇല്ല സർ. അവൻ നമ്മുടെ കമ്പനി സ്റ്റാഫാ. നിങ്ങളുടെ കമ്പനി സ്റ്റാഫാ? പിന്നല്ലാതെ. മിസ്റ്റർ ജോണിക്കുട്ടി, വൈകുന്നേരത്തിന് മുമ്പ് എന്റെ മോളെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മോടെ ഫോട്ടോ ഞങ്ങൾ എല്ലാ സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കാം. സർ, ഞാൻ ജീനയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഓ, അമ്മ പറയൂ. ഈ മനുഷ്യന്റെ വാക്കും കേട്ട് എന്റെ മോളുടെ ഫോട്ടോ നാട് മുഴുവൻ കൊടുത്ത് അവളുടെ ജീവിതം നശിപ്പിക്കരുത്. അവള് സ്വന്തം ഇഷ്ടപ്രകാരം അവന്റെ കൂടെ പോയത്. ഓഹോ, അവരുടെ കല്യാണം ഉറപ്പിച്ചത് തന്നെ ഈ മനുഷ്യനാ. പിന്നെ ആ പയ്യന്റെ ജോലി പോയി എന്ന് അറിഞ്ഞപ്പോ തന്നെ കൊടുത്ത വാക്ക് തെറ്റിച്ച് അവൾക്ക് വേറെ കല്യാണം നോക്കാൻ തുടങ്ങി. അതാണ് അവൾ പോകാൻ കാരണം. ഈ മനുഷ്യന്റെ വാക്കും കേട്ട ഒരു മണ്ടനെ പോലെ വെറുതെ നിങ്ങൾ സമയം കളയണ്ട. അല്ല, സാറിന്റെ പേരെന്താ? എന്താ? നല്ല പേരാ. എന്താ സാർ? കേട്ടില്ല. ടിൻഡു. ഇനി എനിക്കൊന്നും പറയാനില്ല. ടിൻഡു. ഓ, ആരായിരുന്നു ഫോണിൽ? CM. ഓ, എന്തോ ഫോട്ടോ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അവനെ ഗാന്ധിജിയുടെ ഫോട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ അതിലെ മതില് ഇങ്ങനെ ഒരു തൂണിൽ ഇങ്ങനെ തൂണേ കെട്ടി തൂക്കിട്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ആ ടിൻഡു, അയ്യേ, CM-നെ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ. ആരാടെ ഇപ്പോഴത്തെ CM? ഞങ്ങളല്ല. அண்ணங்கிட்ட யாரா திட்டு வாங்கினு எனக்கு தான் தெரியும். யார் யார் பொருளை தூக்கணும், பொண்டாட்டியை தூக்கணும் எனக்கு மட்டும் தான்டா தெரியும். டோமரே, துட்டு வாங்கின ஆளு அட்ரஸ் நீ போ தலைவர. எனக்கு தான் தெரியும். வட்டி ராஜா கத்துது, இந்த வட்டி கருப்பு தான். மடி தீர்ந்து தாவும் மதிகளை நான் தீர்ந்து. டேய், என்ன பார்க்குற? உனக்கு இல்லையா? தம்பி கிளம்புமா. ஏதோ உனக்கு இல்லாத மாதிரி பார்க்குற. சொல்லிட்டே இருக்கிற பார்க்குற. ஒருத்தர் அடிச்சுடா. ஏய், நான் ரத்தம்லாம் வருது. யார் அடிச்சதே? அதெல்லாம் எனக்கு தெரியல. வாடா.
ജീന നിന്നോട് ഫ്രണ്ടിൻ്റെ ഉള്ളിലിരിക്കാൻ പറഞ്ഞിട്ട് ഡിക്കിയിൽ എന്താ പരിപാടി? இந்த பொண்ணு காருக்குள்ள இருந்துச்சு. വേണ്ട വാ. മാത്യു, എന്റെ മാല ഇതിനെ രാവിലെ വാ. ഹലോ, അളിയിലെന്തായാലും കറക്റ്റ് സമയത്ത് വിളിച്ചത്. ഇപ്പോഴാ കിട്ടുന്ന കാശ് ഫ്രണ്ട്സ് വന്നത്. അളിയനിപ്പോൾ എവിടെയുണ്ട്? ആ ശരി. വട്ടിരാജ മരിച്ചതെങ്ങനെ? എന്തിനാൽ ജീനയെ തട്ടിക്കൊണ്ടുപോയി? കള്ളന്മാരെ ഞാൻ എങ്ങനെ കണ്ടു? എന്തുകൊണ്ട് SIക്ക് എന്നെ മനസ്സിലായില്ല? എനിക്കെങ്ങനെ ജോലി കിട്ടി? ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ നടന്നു? ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കിടയിലും മനസ്സമാധാനത്തോടെ ഒരു സിഗരറ്റും വലിച്ച് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നെഞ്ചോടെ ചേർത്ത് ഞാൻ നിൽക്കുന്നത് പണ്ട് ആരോ എവിടെയോ പറഞ്ഞു കേട്ടൊരു കാര്യം ഓർത്താണ്. നേരം രണ്ട് വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും.